കയറണേ കയറും, നിങ്ങൾക്ക് താല്പര്യം നമ്മൾ കയറും. ചൂരൽ മലയെന്ന് ഞങ്ങൾ തിരിച്ചു പോരുന്ന വഴി സാറിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റിസോർട്ട് കാണാൻ വേണ്ടി അറിയാം. അപ്പോൾ റിസോർട്ടിൻ്റെ സ്വിമ്മിംഗ് പൂളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അപ്പോൾ മൂപ്പര് പറഞ്ഞ് ഇതിൻ്റെ മുകളിൽ കാരാപ്പുഴ ഡാമിൻ്റെ വേറൊരു ഭാഗം കാണാൻ പറ്റും. അപ്പോൾ അത് കാണാൻ വേണ്ടി പോകട്ടെ. അതും കാപ്പിത്തോട്ടത്തിൻ്റെ നടുക്ക് കൂടി മേലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. കൊല്ലത്തിൽ എത്ര പ്രാവശ്യം കഴിച്ചത്? ഒറ്റ പ്രാവശ്യമല്ലേ? ഉണങ്ങിയത്. അപ്പൊ അത് ആളില്ലെങ്കിലേ കാരാപ്പുഴ ഡാമിൻ്റെ ഒരു ഷട്ട് അവിടെ നിന്ന് കാണുന്നുണ്ട്. അവിടെയാണ് കാരാപ്പുഴ ഡാമിൻ്റെ എൻട്രൻസ് കിടക്കുന്നത്. ചെറുതായിട്ട് ഇവിടെ ഉള്ളവർക്ക് കാണും ചെയ്യാം. ഡീജക്കുള്ള ബോധം ഉണ്ടാവുമോ? കാരാപ്പുഴ ഡാമിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച ഒരു പ്രത്യേക ഒരു വൈബുണ്ട് ഇവിടെ. മറ്റേ പാർക്കിനെ മാതിരിയല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് നല്ല വൃത്തിയുണ്ട്. അടുത്ത ടീമിനെ കയറ്റുമ്പോൾ അതിന് മേലേക്ക് എത്തുക. നോക്കിയാലും ഒരു കുട്ടി മാത്രം എങ്ങനെ പേടിയാവില്ല. എങ്ങനെ ഇരിക്കേണ്ടത്? പിടിച്ചിക്കണ ബെൽറ്റ് ഉണ്ടോ അതിന്? അവിടേക്ക് എന്ത് ധൈര്യത്തിൽ ഇരിക്കണ്ടല്ലേ? അതാ സിപ്പ് ലൈൻ അടുത്ത് രണ്ടാൾക്കാർ വരണം. അവിടെ നിന്നാണ് വരണ്ടേ. അത്യാവശ്യം ലെങ്ത് ഉണ്ട്. ഊഞ്ഞാല ആടാൻ വേണ്ടി മേലെ കൊണ്ടുപോണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് കിട്ടും. അല്ലോ വിട്ടു ഇൻ്റെ പൊന്നെ. അപ്പോൾ കണ്ടല്ലോ, ഇപ്പോൾ ഉള്ളത് ഞങ്ങൾ കാരാപ്പുഴ ഡാമിലാണ്. മേപ്പാടിയിൽ നിന്ന് ഏകദേശം ഒരു 10-12 കിലോമീറ്റർ കൂട്ട് ഓടിയാൽ ഇവിടെ കാരാപ്പുഴ ഡാമിലെത്താൻ പറ്റും. ഇവിടെ വന്ന് നോക്കിയപ്പോൾ നല്ല സൈലൻ്റ് ഏരിയ, നല്ല കാണാൻ നല്ല വൃത്തിയുണ്ട്. ഇപ്പോൾ അടുത്തെങ്ങാണ്ടാണ് ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ വൃത്തിയുണ്ട്. പിന്നെ നല്ലൊരു മാനസികമായിട്ട് നല്ലൊരു സന്തോഷം കിട്ടാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സ്ഥലം കേട്ടോ. അപ്പോൾ അധികം ഒച്ചപ്പാട് ബഹളമൊന്നുമില്ല, ഒരുപാട് ആക്ടിവിറ്റീസും ഇല്ല. വേണ്ട വിധം ചെറിയ രീതിയിലുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ളൂ. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ഹൈറ്റിൽ ആടാൻ പറ്റിയ ഊഞ്ഞാലാണെന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ കണ്ടത് അങ്ങനെയാണ്. അതേപോലെ കേരളത്തിലെ ഏറ്റവും വലിയ സിപ്പ് ലൈനുമാണ് ഇവിടെ ഉള്ളത്. ഈ കാണുന്നതാണ് ഡാം. ഇതുണ്ടോ രണ്ട് സൈഡിൽ. നമുക്ക് ഇതിലൂടെ ഇങ്ങനെ നടന്നിട്ട് പോയിട്ട് ഇതിലൂടെ എങ്ങോട്ട് കയറിയാൽ നമുക്ക് അവിടെയൊക്കെ ഇങ്ങനെ നടന്ന് കാണാൻ പറ്റും. ഇവിടെ ഒരേ നടന്ന് പോവാം. വ്യൂ പോയിന്റിൻ്റെ മുകളിൽ കയറിയാൽ തന്നെ ഏകദേശം എല്ലാ സംഗതികളും കാണാൻ പറ്റും. അത് കണ്ടില്ലേ? ഇപ്പോൾ ഊഞ്ഞാലിപ്പോൾ ആടുള്ളൂ. ഇവിടെ ജീവപ്പോൾ പോകും. അപ്പോൾ ആ വീഴ്ചയിലാണ് ഭയങ്കര പേടിയാകുക. അതാ വീണേ. പക്ഷെ സ്പീഡില്ലല്ലോ. ബൈക്കില്ല.
വലിച്ച ഫ്രണ്ടിലത് വലിയ കമ്പി. അതേപോലെ ഇവിടെ 360 സെൽഫി ഉണ്ട് കേട്ടോ. നമുക്ക് ഫ്രീ ആയിട്ട് ഒരു വീഡിയോ ഒക്കെ തരും. നമ്മൾ ഗൂഗിളിൽ റിവ്യൂ നല്ല രീതിയിൽ ചെയ്ത് കൊടുത്താൽ മതി. കേട്ടിയാ In the deep valley shore, I know